ചേച്ചി നമസ്കാരം. വാടാ സർക്കാരെ. എന്താ ചേച്ചി, അവൻ കാലത്തെ തന്നെ കളി തുടങ്ങിയോ? അവന് കാലോ നേരോ ഒന്നും ഇല്ലല്ലോ. അവന്റെ കൊതി തീരുന്നത് വരെ കളിച്ചോണ്ടേയിരിക്കും. നമ്മുടെ ബിസിനസ് ഒക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടല്ലോ. പിന്നല്ലാതെ പോലീസും പൊളിറ്റീഷ്യനും റൗഡികളും എല്ലാരെയും ചേച്ചി കൺട്രോൾ വെച്ചിരിക്കല്ലേ. ചേച്ചിയെ തടയാൻ ആർക്കാ ധൈര്യമുള്ളത്? എടി ശാന്തി, DIGക്ക് കൊടുത്തേക്ക്. കൊടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കണം. ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും എന്റെ അടുത്തേക്ക് വന്നു പോരുത്. ആയിക്കോട്ടെ ചേച്ചി. സർ, സാറിനെ കാണാൻ വേണ്ടിയിട്ട് കനകമ്മയുടെ അടുത്തുനിന്ന് സർക്കാർ വന്നിട്ടുണ്ട്. പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറയൂ. ഓക്കെ സർ. ചേച്ചി, ചേച്ചി അറിയാതെ തെറ്റ് ചെയ്തു പോയി. എനിക്ക് മാപ്പ് തരണേ. ഇനി ഒരിക്കലും ഞാനിങ്ങനെ ചെയ്യില്ല. എന്ത് ശിക്ഷ വേണമെങ്കിലും എനിക്ക് തന്നോളൂ. എന്റെ മോളൊന്നും ചെയ്യരുത്. അവളെ വിട്ടേക്ക്. അയ്യോ, അവള് കൊച്ചുകുട്ടിയാ. എനിക്ക് അവളെ ഉള്ളൂ. ചേച്ചി പ്ലീസ് ഒന്നും ചെയ്യരുത് പ്ലീസ്. എന്നും കൂടെയുണ്ടാവും, ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കുമെന്ന് ഇതുപോലെ വാക്ക് തന്നതുകൊണ്ടാ പണം വലിച്ചെറിഞ്ഞ് ജനങ്ങളെ വരട്ടി നിന്നെ MLA സീറ്റിലിരുത്തിയത്. അതൊക്കെ മറന്നിട്ട് എവനോ ഒരു SI ഇറക്കി നീ എന്നെ വരട്ടു അല്ലേ? തെരുവുനായ എന്നും തെരുവുനായായിരിക്കണം. കഴുത്തില് സ്വർണ്ണ ചങ്ങല വീണപ്പം വീട്ടുനായാവാൻ നോക്കരുത്. നിനക്കൊട്ടും വിവരമില്ലാത്ത കൊണ്ടാ ഈ കഴുകനെ വേട്ടയാടാൻ നീ കുരുവിയെ പറഞ്ഞയച്ചത്. നിന്റെ കുരുവിയുടെ ഗതി ഇപ്പൊ എന്തായെന്ന് അങ്ങോട്ട് നോക്കടാ. എന്റെ നെഞ്ചത്താ ചവിട്ടിയത്. അതുകൊണ്ട് നീ ഇനി നിന്റെ മോളെ അങ്ങ് മറന്നേക്ക്. മോളെ കല്യാണി, മോളെ കല്യാണി, എന്നെ പൊന്നു മോളെ എഴുന്നേക്ക്. കണ്ണു തുറന്ന് അച്ഛനെ ഒന്ന് നോക്കുമോളെ. കല്യാണി, ഞാൻ കാരണമാണല്ലോ നിനക്ക് ഈ ഗതി. ഒരു പെണ്ണായി ജനിച്ച നീ ഒരു പെൺകുട്ടിയുടെ മാന കളയാൻ നോക്കിയില്ലേ? നിന്നെ പോലത്തെ പേപ്പട്ടികളെ കൊല്ലുന്നതിൽ ഒരു തെറ്റുമില്ല.